Hello, dear students. Very good morning to one and all. Today we are going to discuss another topic from the behavioral economics. The topic is the rule of thumb and biases in decision making. We have already studied the decision making under uncertainty or consumer behavior in context of uncertainty. If you think in that context, consumer faces a lot of uncertainty when making a decision, and lack of understanding about the probability of the various outcomes about his decision. And in that cases, so making decisions that may not be always optimal. So when we constructed the expected utility, and in that cases, understanding about the true probability is very difficult. So consumer always under such situation, most of the time uses the rule of thumb that while making decision. That kind of rule of thumb sometimes leads to strong biases in his decision making that we did not understood or incorporated in the consumer behavior theories. In that way, means how the rule of thumb influences the decision or decision making in context of uncertain situation. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിഹേവിയറൽ എക്കണോമിക്സിലെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ റൂൾ ഓഫ് തമ്പ് ആൻഡ് ബയാസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത് റൂൾ ഓഫ് തമ്പ് എങ്ങനെയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ബയാസ്നെസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കുറെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന സബ്സീക്വന്റ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ അൺസർട്ടനിറ്റി എന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു. ഒരു കൺസ്യൂമർ ഒരു അൺസർട്ടൻ സാഹചര്യത്തിൽ ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഒരു ഡിസിഷൻ പലപ്പോഴും ഒപ്റ്റിമൽ ആകില്ല. കാരണം ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്കത്തെ കുറിച്ചിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് ഔട്ട്കം എന്നുള്ളത് കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു കൃത്യധാരണ ഉണ്ടാകില്ല. നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ ഓരോ പോസിബിൾ ഔട്ട്കത്തിനെ അറ്റാച്ച് ചെയ്തിട്ട് ഓരോ പ്രോബബിലിറ്റി നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയാണ് ഓരോ ഔട്ട്കത്തിന്റെ നേരെ അസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു പ്രോബബിലിറ്റി കൃത്യമല്ലെങ്കിൽ അത് നമ്മുടെ ഡിസിഷൻസിൽ ഒരുപാട് ബയാസ്നെസ്സും അങ്ങനെ ആ ഒരു ഡിസിഷൻ ഒപ്റ്റിമൽ ഡിസിഷൻ ആകാതിരിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുള്ള ഇംപ്ലിക്കേഷൻസ് നമ്മുടെ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ, കൺസ്യൂമർ ബിഹേവിയർ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ മീൻസ് നമ്മുടെ ഡിസിഷൻ ഔട്ട്കം അതിന്റെ പ്രോബബിലിറ്റി ഒരു കൃത്യ ധാരണ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൂൾ ഓഫ് തമ്പാണ്. നമ്മൾ ഡിസിഷൻസിൽ നമ്മൾ ഡിസിഷൻ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ റൂൾ ഓഫ് തമ്പ് എന്നുള്ള ഒരു കാര്യം ഫോളോ ചെയ്യും. അപ്പോൾ പക്ഷെ അത്തരത്തിലുള്ള റൂൾ ഓഫ് തമ്പ് നമ്മുടെ ഡിസിഷൻസിൽ ഒരുപാട് ബയാസ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ഡിസിഷൻ ഒപ്റ്റിമൽ അല്ലാതിരിക്കുക, അതിൻ്റെ ഒരു ഔട്ട്കം ഒപ്റ്റിമൽ അല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾ ഓഫ് തമ്പ് ആൻഡ് ബയാസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു ഏരിയ ഉണ്ട് ബിഹേവിയറൽ എക്കണോമിക്സിലെ. അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. നൗ economic decision can be, most of the time it is very complicated, especially if the situation is not very familiar to us. Like if the experiences with that situation is very, very less, in that situation, that making economic decision is very complicated.
like many economic decision that is very complex, and in that cases, we will follow the rule of thumb. That is where the rule of thumb comes in. And your rule of thumb is a simple, it is a pre-programmed guidelines that help us navigate complex choice quickly. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ഒരു എക്കണോമിക് ഡിസിഷൻ എടുക്കുമ്പോൾ പലപ്പോഴും അതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്കണോമിക് ഡിസിഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എടുക്കുന്ന എക്കണോമിക് ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഡിസിഷനായിട്ട് നമുക്ക് വളരെ കുറഞ്ഞൊരു എക്സ്പീരിയൻസേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ധാരണയൊന്നുമില്ല. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ റൂൾ ഓഫ് തമ്പ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള, നേരത്തെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾ, അത് നമുക്ക് ആ സങ്കീർണമായിട്ടുള്ള ആ ഒരു ചോയ്സ് നമുക്ക് പെട്ടെന്ന് നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സോ വെൻ വി ഫോളോ ദ റൂൾ ഓഫ് തമ്പ്, അത് ഒരു സാധാരണ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് കൂടുതൽ ലാഭകരമായ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലേക്ക് അത് മാറ്റണമെങ്കിൽ, മീൻസ് ആ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിൽ അതിൻ്റെ ഒരു ഔട്ട്കം കൂടുതൽ മോർ ഓർ ലെസ് ബെനിഫിഷ്യൽ ആക്കണമെങ്കിൽ നമ്മൾ റൂൾ ഓഫ് തമ്പ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂൾ ഓഫ് തമ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന അപ്രധാനമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നേരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു ചോയ്സ് നടത്തുക. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അപ്രധാനമായിട്ടുള്ള കുറെ ഇൻഫോർമേഷൻസ്, ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യും. അങ്ങനെ നടത്തുന്ന ഒരു കാര്യത്തിനാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ചോയ്സസ് ഒക്കെ വളരെ കോംപ്ലക്സ് ആകുന്ന ഒരു സാഹചര്യത്തിൽ, നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു ചോയ്സ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു മെന്റൽ ഷോർട്ട് കട്ടാണ് ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ റൂൾ ഓഫ് തമ്പ് ഫോളോ ചെയ്യുമ്പോൾ പക്ഷെ അത് നമ്മുടെ ചോയ്സസിൽ ഒരുപാട്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരുപാട് ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ബയാസ്നെസ് സംഭവങ്ങളും നമ്മളും മീൻസ് അങ്ങനെ നമ്മുടെ ഡിസിഷനിൽ എങ്ങനെയാണ് ബയാസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇതുവരെ പഠിക്കാത്ത മൈക്രോ എക്കണോമിക്സ് കൺസ്യൂമർ ബിഹേവിയർ തിയറിയിൽ നമ്മൾ, പക്ഷെ ഒരു കൺസ്യൂമർ ബിഹേവിയർ പാർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് കൂടിയാണ് ഇങ്ങനെയുള്ള ബയാസ്നെസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡിസിഷൻ പലപ്പോഴും ഒപ്റ്റിമൽ ആക്കില്ല. സോ നമുക്ക് ഒരുപാട് റൂൾ ഓഫ് തമ്പുകൾ മനസ്സിലാക്കാം, ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ ഷോപ്പ് ചെയ്യാണ്, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റൂള്, സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു റൂൾ എന്ന് പറയുന്നത്, നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പണം സേവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ റൂൾ ഓഫ് തമ്പ്. നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെയുള്ള ഒരു ബയാസ്നെസ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ കൂടി പക്ഷെ അത് പലപ്പോഴും അത് കേടുവന്നു പോകാം, അല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് തീരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം ഉപയോഗിച്ചോളണം നോക്കില്ല. അങ്ങനത്തെ കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അവസാനം നമ്മൾ ഒരുപാട് പണം നമ്മളൊന്നും ഉപയോഗിച്ച് തീർക്കാതെ ഒരുപാട് പണം വേസ്റ്റ് ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത് എത്തുന്നത്. ഇതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ബയാസ്നെസ് എന്ന് പറയുന്നത്. റൂൾ ഓഫ് തമ്പ് നമ്മൾ ഫോളോ ചെയ്താൽ അത് ഈ രീതിയിലുള്ള ചില ഡിഫിക്കൽട്ടീസ് നമ്മുടെ ചോയ്സിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ നമ്മൾ അങ്ങനെ റൂൾ ഓഫ് തമ്പ് ഫോളോ ചെയ്യുന്നത് മീൻസ് നമ്മുടെ ആ ഒരു ഡിസിഷൻ ഒപ്റ്റിമൽ ആക്കില്ല എന്നുള്ളതാണ്. റൈറ്റ്.
ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഒരു ടിപ്പ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എത്രയാണ് ടിപ്പ് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പ് റൂൾ എന്ന് പറയുന്നത് 50%. ടോട്ടൽ നമ്മൾ അവിടുന്ന് പിന്നെ നമുക്ക് ചിലവായതിൻ്റെ അതിൻ്റെ 50% ടിപ്പ് വെക്കുക എന്നുള്ളൊരു റൂൾ ഓഫ് തമ്പ് ഉണ്ട്. സോ നമ്മൾ പലപ്പോഴും ആ ഒരു റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള സർവീസസ് ആണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് അത് കണക്കിലാക്കാതെ പോകും. മീൻസ് നമ്മൾ കൂടുതൽ നല്ല സർവീസാണ് കിട്ടിയതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് 50%-നേക്കാൾ കൂടുതൽ ടിപ്പ് കൊടുക്കാം. പക്ഷേ അതിന് വളരെ ലോ ക്വാളിറ്റി സർവീസാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഈ 50% ടിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു 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 സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡിസിഷനിൽ ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു റൂൾ ഓഫ് തമ്പാണ് സേവിങ് ഫോർ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റൂൾ എന്ന് പറയുന്നത് 10% ഓഫ് യുവർ ഇൻകം, നമ്മുടെ ഇപ്പോൾ കറണ്ട് ഇൻകത്തിൻ്റെ മന്ത്ലി ഇൻകത്തിൻ്റെ 10% എല്ലാ മാസവും നമ്മൾ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ബയാസ്നെസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 10% ശരിക്കും മതിയോ? നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 10% റൂൾ എന്ന് പറയുന്നത് പലപ്പോഴും ആ 10% റൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിലവിലെ സാഹചര്യങ്ങൾ കൊണ്ടായിട്ടാണ്. നമുക്കറിയാം ഫ്യൂച്ചറിലെ ഇൻഫ്ലേഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, കരിയർ ഗോൾസ്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഏജ് ഒക്കെ ഇതൊക്കെ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ മാറാം. അതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ റൂൾ ഓഫ് തമ്പ് ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇങ്ങനെ ഈ രീതിയിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ റൂൾ ഓഫ് തമ്പ് ഫോളോ ചെയ്യുന്നതിന് പകരം കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറൊക്കെ അഭിപ്രായം കണക്കിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സേവിങ് പ്ലാൻഡ് ഒരു വ്യക്തിക്ക് അനുസൃതമായിട്ടുള്ള സേവിങ് പ്ലാൻസുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഈ ബയാസ്നെസ് മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. So we can also find another example like in connection with buying a car. നമ്മളൊരു കാർ വാങ്ങുമ്പോൾ അവിടെയുള്ള റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത പെർസെൻറ്റേജിനേക്കാൾ കൂടരുത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ അതൊരു 50% ആണെങ്കിൽ 50%-നേക്കാൾ കൂടുതൽ നമ്മൾ അതിൻ്റെ EMI അല്ലെങ്കിൽ ഒന്നും വരുന്ന രീതിയിലാകരുത് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് സബ്സീക്വൻ്റ് ആയിട്ട് ഒരുപാട് കോസ്റ്റുകൾ വരുന്നുണ്ട് നമ്മളത് ഓൺ ചെയ്യുന്നതോടുകൂടെ. അതായത് അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ സർവീസസ്, ചില ഫ്രീ സർവീസുകൾക്ക് ശേഷം നമ്മൾ പെയ്ഡ് സർവീസുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യും. നമ്മൾ നിലവിലെ പ്രസന്റ് ഇൻകം മാത്രം നോക്കിയിട്ട് അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ ആ ഒരു കാർ വാങ്ങാൻ നിന്നാൽ പക്ഷെ അതിന് സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കോസ്റ്റുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ്, ഫ്യൂവല്, ഇങ്ങനെ ഒരുപാട് സബ്സീക്വൻ്റ് കോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർ വാങ്ങുന്നതിലൂടെ നമുക്ക് അഫോർഡബിൾ ആകാത്തൊരു പേയ്മെന്റിലേക്കാണ് നമ്മൾ അവസാനം അത് എത്തിച്ചേരുന്നത്. അപ്പോൾ അത് മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ അത് കൂടുതൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ബയാസാണ്. മീൻസ് നമ്മൾ റൂൾ ഓഫ് തമ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡിസിഷനിൽ ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യണത്. മീൻസ് അത് നമ്മുടെ ഡിസിഷൻ ഒപ്റ്റിമൽ അല്ലാതാക്കാൻ അത് കാരണമാകുന്നുണ്ട്. പിന്നെ വേറൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പൾസ് പർച്ചേസ്. ഇമ്പൾസ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എക്സസീവായിട്ടുള്ള ആ ഒരു സാധനം കൈവശം വെക്കണം എന്നൊക്കെയുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. ഇമ്പൾസ് പർച്ചേസ്, അതായത് അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് 24 hours, ആ ഒരു 24 മണിക്കൂർ നമ്മൾ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന അത്തരത്തിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലെ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു ബയാസ് എന്ന് പറയുന്നത് നമ്മളെ ഇമോഷൻസ് ഒക്കെ അതിനൊക്കെ സപ്രസ് ചെയ്യാം. അല്ലെങ്കിൽ യു മൈറ്റ് റിയലൈസ് യു ഡോണ്ട് ആക്ച്വലി നീഡ് ദ ഐറ്റം ആഫ്റ്റർ എ ഡേ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഇവിടെ ഈ ഒരു ബയാസ്നെസ് മറികടക്കുക. പലപ്പോഴും നമ്മൾ ഇമ്പൾസ് പർച്ചേസിലേക്ക് പോകുമ്പോൾ
നമുക്ക് ഒരു പക്ഷെ അത് ജസ്റ്റ് പർച്ചേസ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് അതിനുള്ള താല്പര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. സോ ദാറ്റ് ഈസ് എ ബയാസ്. അപ്പൊ അത്തരത്തിലുള്ള ബയാസ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ബയാസ്നെസ് മറികടക്കാൻ പറ്റും എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഈ ഒരു എക്സാമ്പിൾ. സോ നമുക്ക് വേറെ ഒരുപാട് എക്സാമ്പിൾസുകൾ റിയൽ ലൈഫിൽ കാണാൻ പറ്റും, എങ്ങനെയാണ് റൂൾ ഓഫ് തമ്പ് നമ്മുടെ ഡിസിഷൻസിൽ ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും ഓൺലൈനിൽ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഡിജിറ്റലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പർച്ചേസുകളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷിപ്പിംഗ് കോസ്റ്റ് ആണ്. പക്ഷെ പലപ്പോഴും ഈ ഓൺലൈൻ സൈറ്റുകളിൽ നമ്മളൊരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കാണുന്നത് ട്രാവൽ കോസ്റ്റ് അല്ലെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ്, ഡെലിവറി ചാർജ് ഉൾപ്പെടുത്താത്ത ഒരു പ്രൈസ് ആയിരിക്കും. അപ്പൊ നമുക്ക് തോന്നും, ഓ അത് വളരെ ചെറിയൊരു കോസ്റ്റ് ആണ്, നമുക്കത് പർച്ചേസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷിപ്പിംഗ് കോസ്റ്റ് ഇഗ്നോർ ചെയ്യുമ്പോൾ അത് കൺസ്യൂമേഴ്സ് അത് ഓൺലൈനിൽ അത് പർച്ചേസ് ചെയ്യുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഡിസിഷൻ അത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുകയും നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് ശരിക്ക് അത് അവിടെ ഒരു ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈയിങ് ബിഹേവിയറിൽ ഒരു ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബയാസ്നെസ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചു അതിൻ്റെ ഒരു കോസ്റ്റ് വളരെ കുറവാണെന്നുള്ള രീതിയിൽ. സോ whereas depending on rule of thumb നമ്മൾ ഒരു റൂൾ ഓഫ് തമ്പിനെ ആശ്രയിക്കുമ്പോൾ, നമ്മുടെ ഒരു പർച്ചേസിങ്ങിനെ, ഒരു ഡിസിഷനെ എടുക്കുമ്പോൾ, കോംപ്ലക്സ് ഡിസിഷൻ എടുക്കുമ്പോൾ ഈ റൂൾ ഓഫ് തമ്പിനെ എന്നുള്ളൊരു കാര്യം നമ്മൾ ആശ്രയിക്കുമ്പോൾ അത് നമ്മുടെ ഈ ഡിസിഷനിൽ ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടൈമും നമ്മുടെ പ്രയത്നങ്ങളൊക്കെ കുറക്കുന്നുണ്ടെങ്കിൽ കൂടി ചില ബയാസ്നെസ് ഒക്കെ അത് പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ദേ ഷുഡ് നോട്ട് ബി ഡിസ്മിസ്ഡ്. അത് നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം ആണെങ്കിൽ കൂടി നമ്മൾ ഈ റൂൾ ഓഫ് തമ്പ് ഉപേക്ഷിക്കരുത് എന്നാണ് ബിഹേവിയറൽ എക്കണോമിക്സിൽ ഒരു സജഷൻ. പക്ഷെ ഈ ബയാസ്നെസ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ഡിസിഷൻ സബ് ഓപ്റ്റിമലോ അല്ലെങ്കിൽ തീരെ ബെനിഫിഷ്യലോ അല്ലാതെ ആകുന്ന സാഹചര്യവും ഉണ്ട്. So that is all about the biasness in decision making, rule of thumb and bias in decision making. And in connection with that, there is another concept in connection with the behavioral economics, that is angering. Okay. Angering, it refers to the mental rules that we use in making decisions. Frequently depends on the both the context in which the decisions are made and the informations are available. നമ്മൾ നേരത്തെ പറഞ്ഞു റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു, അതായത് മെന്റൽ റൂൾസ്. അത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, അതാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് എത്രത്തോളം ഉണ്ട്, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് ഈ റൂൾ ഓഫ് തമ്പ്. ഓക്കെ, കോണ്ടെക്സ്റ്റും ആ കോണ്ടെക്സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആ ഒരു ഡിസിഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്, ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, അതായത് നമ്മളോട് നമ്മളൊരു ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ നമ്മളെ അടുത്ത് വരികയാണ്. എന്നിട്ട് അവര് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രത്തോളം ഡൊണേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ അവര് ഒരു എമൗണ്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് അവർ കുറെ സജഷൻസ് വെക്കും മുന്നോട്ട്. ഇങ്ങനെ ഇന്ന ചില ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് ഇന്ന ചെലവുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ കുറച്ച് എമൗണ്ടുകൾ വെക്കാണ്. $20 അല്ലെങ്കിൽ $50, $100, $250 അല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ എമൗണ്ടുകൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഇതിലൊരു ഓപ്ഷൻസ് നമ്മളോട് പറയാൻ സെലക്ട് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ പലപ്പോഴും ആ ഒരു സജഷൻസിന്റെ പുറത്ത് നമ്മൾ ഒരു ഫൈനൽ ഡൊണേഷൻ ഓഫർ ചെയ്യും. ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ
ഈ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കോണ്ടെക്സ്റ്റും ആ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസും അനുസരിച്ചിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. So anchoring refers to the impact that suggested piece of information may have on your final decision. അതായത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അറിവ് അത് നമ്മുടെ ഫൈനൽ ഡിസിഷന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിനെയാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ മുന്നിലോട്ട് ചില ഓപ്ഷൻസുകൾ ഇടുകയാണ്. സജസ്റ്റഡ് പീസ് ഓഫ് ഇൻഫോർമേഷൻ അത് നമ്മുടെ ഫൈനൽ ഡിസിഷന്റെ മുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനെയാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഈ ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു എമൗണ്ട് എത്രയാണ് ഡൊണേറ്റ് ചെയ്യുക എന്നതിന് പകരം നമ്മൾ ഒരു പിശുക്ക് അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹയർ കാറ്റഗറി നമ്മൾ അനൗൺസ് ചെയ്യും. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ഒരു ഹയർ ഓപ്ഷനിൽ വരുന്ന ഒരു എമൗണ്ട് നമ്മൾ സ്വമേധയാ അത് പറയാൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കാം. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ട് നമ്മൾ പറയാൻ ഉള്ള ഒരു അവസരം ഒരുക്കാതെ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു $20 എങ്കിലും പേ ചെയ്യട്ടെ, മീൻസ് ഡൊണേറ്റ് ചെയ്യട്ടെ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മളെ മുന്നിൽ ഇട്ടിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മളെ ആ ഒരു ഇൻഫോർമേഷൻസും കോണ്ടെക്സ്റ്റ് ഒക്കെ നമ്മുടെ ഒരു ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുക. അതിനെയാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് കേസിലും നമ്മൾ സ്വമേധയാ ഒരു എമൗണ്ട് പറയാം, അല്ലെങ്കിൽ അവരുടെ സജഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡിസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഈ രണ്ട് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിലും ഈ ആങ്കറിങ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചോയ്സിന്റെ മുകളിൽ ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ വേറെ പല സാഹചര്യങ്ങളിൽ വേറെ എക്സാമ്പിൾസ് നമുക്ക് ആങ്കറിങ്ങിന് കാണാൻ പറ്റും. അതായത് നമ്മൾ പലപ്പോഴും പ്രൈസ് ടാഗുകൾ കണ്ടിട്ടുണ്ട്, പ്രൈസ് കാറ്റഗറീസ്. ഇപ്പോൾ ഒരു സാധനത്തിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇപ്പോൾ $20 അല്ലെങ്കിൽ അണ്ടർ 20 അല്ലെങ്കിൽ ഓവർ 20 എന്നുള്ള രീതിയിൽ $20 എന്നുള്ളത് എന്ന പ്രൈസ് ടാഗ് കൊടുക്കുന്നതിന് പകരം ബിലോ $20 ഓർ എബോവ് $20 എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുക ഒരു സാധനത്തിന്റെ പ്രൈസ്. അല്ലെങ്കിൽ പിന്നെ കൺസ്യൂമറിനെ കൊണ്ട് കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതിന് തരത്തിലുള്ള പ്രൈസ് ടാഗുകൾ കൊടുക്കുക. അതായത് $20 ഒരു പ്രോഡക്റ്റ് പ്രൈസിന് $19.95 എന്നുള്ള രീതിയിൽ, അതായത് മീൻസ് അതിന്റെ പ്രൈസ് കുറവാണെന്നുള്ള രീതിയിൽ മനഃപൂർവ്വം കൺസ്യൂമേഴ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുക. അപ്പൊ ആ രീതിയിൽ കൺസ്യൂമേഴ്സിന്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അത് നമ്മുടെ ഫൈനൽ ഡിസിഷനെ ഇമ്പാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യത്തിനെയാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. നൗ യെറ്റ് അനദർ concept that come into play with the rule of thumb and bias in decision making is in connection with the law of small number. Okay? Law of small number means it is a tendency to overestimate the probability that a certain event will occur when faced with relatively little information. Law of small number എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ഒരു ഇൻഫോർമേഷൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ഒരു ഈവെന്റിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബബിലിറ്റിയുടെ മുകളിൽ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്ന ഒരു കാര്യത്തിനെയാണ് ലോ ഓഫ് സ്മോൾ നമ്പർ എന്ന് പറയുന്നത്. നമുക്കൊരു ഡിസിഷൻ എടുക്കണം, പക്ഷെ ആ ഡിസിഷൻ്റെ ഔട്ട്കത്തെ കുറിച്ചിട്ട് നമുക്ക് വലിയ ധാരണയില്ല. അപ്പൊ നമ്മൾ ആ ഒരു ഔട്ട്കം ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയുടെ മുകളിൽ ഓവർ എംഫസൈസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് ലോ ഓഫ് സ്മോൾ നമ്പർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്
നമ്മള് ഒരാള് മീൻസ് ലൈക്ക് മെനി people tend to overstate the likelihood that they or someone they know will die in a പ്ലെയിൻ ക്രാഷ് ഓർ വിൻ എ ലോട്ടറി. അതായത് നമ്മളെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാള് പ്ലെയിൻ ക്രാഷില് അപകടത്തിൽപ്പെട്ട് മരിക്കും, അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധ്യത അത് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അതിന് സാധ്യത കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു എക്സാമ്പിള് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മീൻസ് ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തുന്നത് വളരെ കുറഞ്ഞ ഇൻഫോർമേഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. മീൻസ് ഇപ്പോൾ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി, അപ്പോൾ പ്ലെയിൻ ക്രാഷ് അടുത്തൊരു മീൻസ് തൊട്ട് മുമ്പ് ഉണ്ടായ ഒരു പ്ലെയിൻ ക്രാഷ്, അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അതിൽ മരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓവർ സ്റ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ധാരണയില്ലാതെ നമ്മൾ ലോട്ടറി വിൻ ചെയ്യും എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റിയുടെ മുകളിൽ നമ്മൾ കൂടുതൽ എംഫസൈസ് കൊടുക്കുക. അതിന്റെ ഒരു പ്രോബബിലിറ്റി, ലോട്ടറി വിൻ ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ് എങ്കിൽ കൂടി നമ്മൾ ആ ഒരു ലോട്ടറി വിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ആ ഒരു സാധ്യതയുടെ മുകളിൽ നമ്മൾ തീരെ ഒരു എംഫസൈസ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മീൻസ് നമ്മുടെ മുന്നിലുള്ള ഇൻഫോർമേഷൻസ് വളരെ കുറവാകുമ്പോൾ അതിന്റെ ഔട്ട്കം ഉണ്ടാവാൻ ഉള്ള സാധ്യതയുടെ മുകളിൽ നമ്മൾ നൽകുന്ന ഒരു പ്രോബബിലിറ്റി, അതിന്റെ മുകളിൽ നമ്മൾ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നതിനെയാണ് ലോ ഓഫ് സ്മോൾ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു ലോ ഓഫ് സ്മോൾ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്ട് അതിന്റെ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ലൈക്ക് research has shown that investors in the stock market are often subject to small number bias. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകള് ഒരു സ്മോൾ നമ്പർ ബയാസ്നെസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ റിട്ടേണ് വളരെ ഹൈ റിട്ടേണിന്റെ മുകളിൽ ഒരു വിശ്വാസം കൊടുത്തിട്ട് അടുത്ത ഇയേഴ്സിലും കൂടുതൽ റിട്ടേൺ ആയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ അവർ കൂടുതൽ പർച്ചേസ് ചെയ്യാം. അതിനൊരു ഹെർഡ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഹൈ റിട്ടേൺ ഉണ്ട് എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ കൂടുതൽ റിട്ടേൺ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് ആ ഒരു കൂടുതൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു സാഹചര്യം, അതൊരു ഹെർഡ് ബിഹേവിയർ ആണ്. അത് പലപ്പോഴും റിയലൈസ് ചെയ്തോളണമെന്നില്ല. മീൻസ് നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ സ്റ്റോക്കിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് പലപ്പോഴും കൂടുതലായിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് നമുക്കൊരിക്കലും വളരെ കുറഞ്ഞ വർഷങ്ങളിലെ റിട്ടേൺ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അത് അവിടെ ഒരു ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഒരു റാൻഡംനെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ലൈക്ലിഹുഡ്, അതായത് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് പാസ്റ്റ് ഹൈ റിട്ടേൺ ഡു നോട്ട് ഗ്യാരണ്ടി ഫ്യൂച്ചർ സക്സസ്, അതിലൊരു ഹേർഡ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. ആൻഡ് ആൾസോ ലോ ഓഫ് സ്മോൾ നമ്പറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം അനാലിസിസ്. അത് നമ്മൾ പലപ്പോഴും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയാറില്ല. അല്ലെ, ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് ഒരുപാട് എത്രയോ വർഷങ്ങളുടെ ഡാറ്റ നമുക്ക് ഒരു കറക്റ്റ് എസ്റ്റിമേറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ഇൻവെസ്റ്റേഴ്സ് അസസ് ദി ലൈക്ലി പേ ഓഫ് ഫ്രം ഇൻവെസ്റ്റിംഗ് ബൈ ഒബ്സർവിങ് ദി മാർക്കറ്റ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫ്യൂച്ചർ ഔട്ട്കത്തെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് സാധാരണ ചെയ്യാം വളരെ കുറഞ്ഞ ഒരു ടൈം പീരീഡിലെ റിട്ടേൺ മാത്രം നോക്കിയിട്ട് അതിന്റെ മുകളിൽ ഡിസിഷൻ എടുക്കുക. അതായത് പ്രോബബിലിറ്റി, റീസൺ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ മുകളിൽ കൂടുതൽ എംഫസൈസ് കൊടുത്തിട്ട് ഒരു ഡിസിഷൻ ഫോം ചെയ്യാം. യഥാർത്ഥത്തിൽ
one would have to study stock market return for many decades in order to estimate accurately expected return on equity investment. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വർഷത്തെ റിട്ടേൺ ഒക്കെ നോക്കിയിട്ട് നമുക്കത് അത്തരത്തിലുള്ള ഈ ഷോർട്ട് ടേം ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഒരു ബയാസ്നെസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഇൻ കണക്ഷൻ വിത്ത് ഹൗസിംഗ് മാർക്കറ്റ് നമ്മൾ പലപ്പോഴും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ people often assess the likelihood that housing prices will rise based on several years of data. ഒരുപാട് വർഷത്തിന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ കണക്കാക്കുകയാണ് ഹൗസിംഗ് പ്രൈസസ് ഫ്യൂച്ചറിൽ റൈസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷെ അത് പലപ്പോഴും ബയാസാണ്. കാരണം അത് കൃത്യമല്ലെങ്കിൽ അതൊരു മിസ്പെർസെപ്ഷൻ ആണ്. അതിന്റെ ഒരു അനന്തരഫലം എങ്കിൽ അത് ഹൗസിംഗ് പ്രൈസ് ബബിൾസിലേക്കാണ് അത് നയിക്കുന്നത്. ഹൗസിംഗ് ഫിനാൻഷ്യൽ ക്രൈസിസ്, അതായത് ഹൗസിംഗ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ക്രൈസിസിൽ നമ്മൾ കണ്ടത് അതാണ് 2008. അപ്പോൾ ഇതൊക്കെ വളരെ കുറഞ്ഞ വർഷത്തെ ഹൗസിംഗ് പ്രൈസ് നോക്കിയിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ മിസ്പെർസീവ് ചെയ്യുകയാണെങ്കിൽ അത് ഹൗസിംഗ് പ്രൈസിലേക്ക് അതായത് ഈ ഷോർട്ട് ടേം അനാലിസിസും ലോങ് ടേം അനാലിസിസും കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിസിഷൻ ഫോം ചെയ്യുന്നു. അത് നമ്മുടെ ഫൈനൽ ഡിസിഷന്റെ ഔട്ട്കത്തിന്റെ മുകളിൽ ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം അനാലിസിസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഹൗസിംഗ് പ്രൈസസിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാർ ആക്സിഡന്റിന്റെ കേസ്, എയർപ്ലെയിൻ ആക്സിഡന്റ്, ഇവിടൊക്കെ ഈ സാഹചര്യത്തിലൊക്കെ നമുക്കറിയാം പ്രോബബിലിറ്റി ഒരു കൃത്യതയില്ല. അപ്പൊ നമ്മള് അത് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ട് നമ്മളത് കണക്കാക്കുകയും നമ്മൾ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി നമ്മൾ കണക്കാക്കുകയും അത് ബയാസ്നെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലോ സ്മോൾ നമ്പറിൽ വരുന്നത്. സോ ആൾദോ ഇൻഡിവിജ്വൽ മേ ഹാവ് സം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രൂ പ്രോബബിലിറ്റീസ്, പലപ്പോഴും നമുക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ ചില കേസിൽ നമുക്ക് യഥാർത്ഥ പ്രോബബിലിറ്റി എന്താന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ലൈക്ക് നമുക്കറിയാം ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഔട്ട്കത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രോബബിലിറ്റിയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകാം പല സാഹചര്യങ്ങളും. പക്ഷെ ഈ പ്രോബബിലിറ്റി അറിയില്ലെങ്കിൽ ഇവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിലെ എയർപ്ലെയിൻ ക്രാഷിൽ അല്ലെങ്കിൽ ഒരു കാർ ആക്സിഡന്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ലോട്ടറി വിൻ ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഒരിക്കലും പ്രോബബിലിറ്റി കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയാണ് അസസ് ചെയ്യുന്നത്. ഒരു ഇവന്റിനെ കുറിച്ചിട്ട് നമ്മൾ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ചിലപ്പം യഥാർത്ഥത്തിലുള്ള പ്രോബബിലിറ്റി ആയിട്ട് വളരെ ക്ലോസ് ആയിരിക്കാം, പലപ്പോഴും ആകാതിരിക്കാം. സോ അപ്പോൾ അത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ കാണിക്കുന്നത് ഇപ്പോൾ ഈ റീസെന്റ് ട്രാജഡീസ് ഇൻ കണക്ഷൻ വിത്ത് പ്ലെയിൻ ക്രാഷ്, അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ റിസ്കിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ കേസിലും അത് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഓവർ എസ്റ്റിമേഷൻ വരികയാണ്. അതാണ് അവിടുത്തെ ബയാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോട്ടറി വിൻ ചെയ്യുന്നതിനുള്ള ആ ലോ പ്രോബബിലിറ്റി നമ്മൾ ഇഗ്നോർ ചെയ്യാണ്, പക്ഷെ വിൻ ചെയ്യാം എന്നുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മളിവിടെ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസിഷനിൽ ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ലോ ഓഫ് സ്മോൾ നമ്പറിൽ വരുന്നത്. യുനോ ഫോമിങ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഈസ് നോട്ട് ഓൾവേസ് ആൻ ഈസി ടാസ്ക് ആൻഡ് പീപ്പിൾ ആർ ജനറലി പ്രോൺ ടു സെവറൽ ബയാസസ് ഇൻ ദി പ്രോസസ്. അപ്പൊ ഈ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പലപ്പോഴും അത് ആ ഒരു പ്രോസസ്സിൽ ബയാസ്നെസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ഈവന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇവാലുവേഷൻ എങ്ങനെയാണ്, ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്ലെയിൻ ക്രാഷ്, അത്തരത്തിലുള്ള ട്രാജഡി ഒക്കെ സംഭവിക്കുമ്പോൾ
ഒരുപാട് ആളുകൾ വിചാരിക്കുക അവരുടെ കേസിലാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പ്രോബബിലിറ്റി, അത് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതേപോലെ ഒരു ലോട്ടറി വിൻ ചെയ്യുന്ന ഒരു സാഹചര്യം, അതിലും അവരുടെ കോണ്ടെക്സ്റ്റിൽ അത് സംഭവിക്കൂല എന്നുള്ള ഒരു പ്രോബബിലിറ്റി, സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി, അത് അവര് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതേപോലെ when probability of a particular event is very low, അത് ഈ ലോട്ടറി വിൻ ചെയ്യുന്ന ഒരു സാഹചര്യം അത് വളരെ കുറവാണ്, ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് അവര് കൂടുതലായിട്ട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാണ്, പാടെ ഇഗ്നോർ ചെയ്യാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഡിസിഷൻസിലെ ബയാസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ in connection with the rule of thumb and bias in decision making, we have come across the concept like rule of thumb and many examples of rule of thumb. And when when the economic decisions are very complex, we normally follow a rule of thumb, that is a mental shortcut that often simplifies our decisions, and sometimes it may be useful, but most of the time it may lead to strong biasnesses in the decision making. And also in connection with the rule of thumb and bias in decision making, there is another concept called anchoring. Anchoring is a kind of like the impact that the suggested piece of information that will have on our final decision, that will also with the limited piece of information will have a strong bias in our decision. And also we have also come across the situation where like law of small numbers, like the ignoring the true probability, or when the information is very, very less, and we overemphasizes the subjective probability, that will also induces the strong biases in the decision making. So these are whole things that come across the rule of thumb and bias in decision making. So that is all about the basic concept in connection with the behavioral economics. That in short, we have explained in this section only two main concepts. That first one is bias in decision making, rule of thumb and bias in decision making, that is in the today's class. And the first two classes like fairness, and the first class was about the other aspect that comes in the behavioral economics. Okay, so behavioral economics part is completed here. Thank you.